തൃശൂർ ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷൻ ആക്രമണത്തിൽ ജനപ്രതിനിധികൾക്കെതിരെ കേസ്. പ്രതിഷേധത്തിൽ പങ്കെടുത്ത 7 ജനപ്രതിനിധികൾക്കും കണ്ടാലറിയുന്ന 25 പേർക്കുമെതിരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തത്. ഈ മാസം 8-ന് രാവിലെയാണ് ഫോറസ്റ്റ് സ്റ്റേഷന് നേരെ ആക്രമണമുണ്ടായത്. ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം പീലാർമുഴി സ്വദേശി സുബ്രനെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ നടത്തിയ പ്രതിഷേധമാണ് അക്രമത്തിലേക്ക് നീങ്ങിയത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ഒപ്പം ചേർന്നു. സാനു, പറയൂ. മാസം 8-ന് ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം വെച്ച് കാട്ടാനയുടെ അക്രമത്തിൽ ചായ കുടിക്കാൻ പോയ സുബ്രൻ എന്ന് പറയുന്ന നാട്ടുകാരനെ മരണപ്പെട്ടിരുന്നു. കാട്ടാന ചവിട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ആണ് ഈ നാട്ടുകാർ സംഘടിച്ച് ഈ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ, ചായ്പൻകുഴി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ സംഘടിച്ചെത്തുകയും തുടർന്ന് അവിടെ വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഈ പ്രതിഷേധത്തിനൊടുവിൽ ഈ ഫോറസ്റ്റ് സ്റ്റേഷൻ തല്ലി തകർക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഫോറസ്റ്റിന്റെ വാഹനങ്ങളും ഒപ്പം തന്നെ ഈ സ്റ്റേഷനുള്ളിലെ സാധനങ്ങളടക്കം, ജനൽച്ചില്ലുകൾ അടക്കം തച്ചുടയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ജനപ്രതിനിധികൾക്കടക്കം എതിരെ കേസെടുത്തിരിക്കുന്നത്. പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുള്ള 7 ജനപ്രതിനിധികൾക്കും കണ്ടാൽ അറിയാവുന്ന 25 പേർക്കെതിരെയുമാണ് കേസെടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ജെയിംസ്, മുൻ പ്രസിഡന്റ് റിജു മാവേലി അടക്കമുള്ള 30-ലധികം ആൾക്കാർക്കെതിരെയാണ്, അല്ലെങ്കിൽ ജനപ്രതിനിധികൾ അടക്കം 30-ലധികം ആളുകൾക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. അതായത് സർക്കാർ പൊതുമുതൽ നശിപ്പിച്ചു എന്ന അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടും അതേപോലെ തന്നെ കൃത്യനിർവഹണത്തിന് തടസ്സമുണ്ടാക്കി എന്ന അടക്കമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത്. ഈ ചായ്പൻകുഴി പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത തുടർച്ചയായിട്ട് കാട്ടാനയുടെയും വന്യമൃഗങ്ങളുടെയും ഒക്കെ ആക്രമണം ഉണ്ടാകുന്ന പ്രദേശമാണ്. ഒപ്പം തന്നെ ഈ ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ഉണ്ടായിരുന്ന ഈ സുബ്രനെ കൊലപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ ഫോറസ്റ്റ് സ്റ്റേഷനോട്, ഈ മതിൽക്കെട്ടിനോട് ചേർന്നിട്ടുള്ള വാഴത്തോട്ടം അടക്കം ഈ കാട്ടാനക്കൂട്ടം വന്ന് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും നടപടി എടുക്കാതിരുന്നതാണ്, ആ സംഭവത്തിന് ശേഷവും ഫോറസ്റ്റ് അധികൃതർ, വനംവകുപ്പ് അധികൃതർ നടപടി എടുക്കാതിരുന്നതാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാവാൻ കാരണമെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു അന്ന് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ സംഘടിച്ചെത്തുകയും അക്രമം നടത്തുകയും ചെയ്തിട്ടുള്ളത്. സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.